അച്ഛ എവിടെ പോവാ? എങ്ങോട്ടാ പോന്നേ? പറപ്പോണോ? ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നാട് വരെ പോകാൻ കേട്ടോ. പെട്ടെന്നാണ് ഡിസൈഡ് ചെയ്തത് നമുക്കൊന്ന് നാട്ടിൽ പോകണം. അതുകൊണ്ട് നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വാച്ചി ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് നാട്ടിൽ പോകാനായിട്ട്. അല്ല വാച്ചി? അപ്പോൾ നമ്മൾ ഷാർജ ടു കോയമ്പത്തൂരാട്ടോ പോകുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ മറയൂർക്ക് 3 ആൾക്ക് പോകും. ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ഷാർജയിൽ പോവാണ്. പോണോ ഗ്ലോബൽ വില്ലേജില്? ഇനി വരുമ്പോ പോവാട്ടാ. ഷാർജയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇപ്പോൾ പോകേണ്ടത് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവൻ്റെ കൂടെയാണ് നാട്ടിലോട്ട് പോകുന്നത്. അപ്പം അവനുള്ളതാണ് ഞാൻ പെട്ടെന്ന് ടിക്കറ്റും ബുക്ക് ചെയ്തത്. കാരണം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ആരെങ്കിലും കൂടെ ഉള്ളത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അവൻ്റെ റൂമിലെത്തി. അപ്പോൾ നമുക്ക് അവനെയും പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവന് ഹാപ്പിയാണോ? വീട്ടിൽ പോകാൻ ഹാപ്പിയാ? അല്ല, എന്റെ കൂടെ വരുന്നില്ലേ? എല്ലാരും കാണിക്കുന്നു. ആണ്. അങ്ങനെ നമ്മളുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. നമുക്ക് ഫ്ലൈറ്റ് 10 o'clock ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ കാണുന്ന ഫ്ലൈറ്റ്. ഞാൻ കുറേ നാളായി വിചാരിക്കുകയാണ് കോയമ്പത്തൂരിൽ ഒന്ന് ലാൻഡ് ചെയ്യണമെന്ന്. അതായത് ഞാൻ ഇതുവരെ എയർപോർട്ടിൽ പോയിട്ടില്ല. കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയിട്ടില്ല. അപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതേപോലെ ഷാർജയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറി പോകുന്നത്. എന്ത്? ബാലുചേട്ടൻ ഫ്രണ്ടിൽ പോയിട്ട് നമ്മളെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഞാൻ ദുബായ് എയർപോർട്ടിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അതെ, അവിടെ എത്തിയിട്ട് പോകാം നമുക്ക്. ഓക്കെ, ആര് പോകുന്നു? ബാലുചേട്ടനാ? ഓക്കെ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ബാലു നിൽക്കണ കണ്ടാ? ഹാപ്പി ആയ ബസ്സിൽ കയറിയപ്പോ? ആദ്യം പേടിച്ചല്ല? ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇല്ല വാച്ചി, നമ്മൾ നേരെ ഇനി കോയമ്പത്തൂർക്ക് പോവാണ്. കോയമ്പത്തൂർക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ മറയൂർക്ക് പോകും. അല്ല വാച്ചി? അല്ലേ? എനിക്ക് ജാടയാണോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാർജ എയർപോർട്ടിൽ കയറുന്നത് കേട്ടോ. നമുക്ക് എല്ലാം ഈസി ആയിരുന്നു. ദുബായ് എയർപോർട്ട് പോലെയല്ല. ദുബായ് എയർപോർട്ടിൽ കുറേ നടക്കാനുണ്ട്. ഷാർജ എയർപോർട്ടിൽ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ എയർപോർട്ട്. കാരണം നമുക്ക് വേഗം ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. സോ അത് ഇല്ല ആവശ്യപ്പെട്ടാ. അത് ആരാ? ബാലു ആരാ? നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ടാണോ? ഇവാനിയുടെ ഫ്രണ്ടാണ്. നമ്മൾ എയർ അറേബ്യയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ലെഗ് സ്പേസ് ഭയങ്കര കുറവാണ്. പക്ഷെ വാവച്ചയ്ക്ക് ഭയങ്കര ഈസിയാണ്. ലെഗ് സ്പേസ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഭയങ്കര സ്പേസ് കുറവാണ് ലെഗ് സ്പേസിന്. അപ്പം ഞാൻ പതുക്കെ വാവച്ചയുടെ ലെഗ് സ്പേസിൽ കൊണ്ട് ബാഗ് വെച്ച് സെറ്റായിട്ട് ഇരുന്നു. What animal is it?
യെസ്, ഞാൻ ഈ ബുക്ക് വായിക്കുകയാണ് അല്ലാടാ. വെരി ഗുഡ്. എന്ത് ബുക്കാണ്? ഫ്ലൈറ്റ് ബുക്ക്. ഫ്ലൈറ്റ് കയറി ബുക്ക്. ഇഷ്ടപ്പെട്ടോ? എന്താ ഇതിൽ എഴുതിയാക്കുന്നേ? ഇതെന്താ? വെരി ഗുഡ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡെല്ലാം വന്നു കേട്ടോ. ഈ സമയം വാവച്ചി കിടന്നുറങ്ങിപ്പോയി. വാവച്ചിക്കും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വാവച്ചി കിടന്നുറങ്ങി. വാവച്ചിൻ്റെ കുറേ നേരം ഞാൻ വിളിച്ചു കേട്ടോ എണീക്കാനായിട്ട്. അപ്പോൾ വാവച്ചി എണീറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് കിടന്നുറങ്ങട്ടെ, ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ വാവച്ചി എണീറ്റാലേ ഇനിയിപ്പോൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വാവച്ചീനെ എണീപ്പിക്കാം, അല്ലെങ്കിൽ വാവച്ചി എണീറ്റിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പം എയർ അറേബ്യയിൽ നമ്മൾ യാത്ര ചെയ്തപ്പം എനിക്ക് എന്താ പറയുക, ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഐ മീൻ ഇത്തിരി ലേറ്റായി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എൻ്റെ യാത്ര. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴായിരുന്നു നമ്മൾ മീല് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിരുന്നത്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചത്. വാവച്ചിൻ്റെ ഫുഡ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വാവച്ചി എണീക്കുമ്പോൾ കൊടുക്കാനായിട്ട്. നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഉറങ്ങട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാനും കുറച്ചേരം മയങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കോയമ്പത്തൂർ എത്താറായി. ലാൻഡിങ് സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ലാൻഡ് ചെയ്യും. അങ്ങനെ കോയമ്പത്തൂർ ലാൻഡ് ചെയ്തു. കോയമ്പത്തൂർ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ. നമുക്ക് വേഗം എല്ലാ സംഭവങ്ങളും ചെയ്തിറങ്ങാനായിട്ട് പറ്റും. പക്ഷേ ഓക്കെ എയർപോർട്ടൊക്കെ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മളിത് ചായ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കാണ് കേട്ടോ പോകുന്ന വഴിയിൽ. അപ്പോൾ നമ്മളിപ്പം എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു അമ്മയും എല്ലാവരും ചായ കുടിക്കാനായിട്ട് നിർത്തി. സോ അങ്ങനെ ചായ കുടിക്കുകയാണ് എല്ലാവരും. ഞാനും വാവച്ചിയും കാറിൽ തന്നെയാണ്. കാരണം വാവച്ചി ഇപ്പോൾ ഉറക്കത്തിന് മൂടില്ല, അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവാനി ഭയങ്കര ടയർഡായിട്ടിരിക്കുമല്ലോ ഇവാനി കുട്ടി. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഷാർജ ടു കോയമ്പത്തൂർ ടു മറയൂർ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ 4 മണിക്ക് നമ്മൾ എയർപോർട്ടിലെത്തി, 9:30 നമ്മൾ മറയൂരെത്തി. അങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇനി കുറച്ച് നാൾ നമ്മളിനി മറയൂരിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ. എന്നാ കളിക്കുന്നേ? ഞാൻ മടുത്തു പോയായിരുന്നോ? വൊമിറ്റ് ചെയ്തു അല്ലേ കുറച്ച്? ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ ഹാപ്പി ആയില്ലേ വീട്ടിലെത്തിയപ്പം?